ഒരു ഉന്നല്ലാതെ അറിയണ ഞാൻ. കിട്ടി ആദ്യമായിട്ട് കുട്ടികളൊക്കെ കൂടെ ഇടിച്ചിടിച്ചത് വേദോ ഫ്രണ്ടില്. അത് നോക്കി ഏതാണ് മറ്റേ വൈലന്റ് മനുഷ്യൻ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് ഒരു വളരെ സ്പെഷ്യൽ ഡേ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദുവിൻ്റെ സ്കൂളിൽ ആദ്യത്തെ ഒരു പാരൻസിന് വേണ്ടിയുള്ള കുട്ടികൾ പെർഫോം ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. പക്ഷെ അതിനൂടെ എന്തെങ്കിലുമൊക്കെ അവർ കുറച്ച് പൈസയൊക്കെ ക്യാരി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ഫുഡും ഗെയിംസും എന്തൊക്കെ ഉണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല എന്താ സംഭവം എന്ന്. സോ നേരെ നമുക്ക് ചോയ്സ് സ്കൂളിലേക്ക് പോവാം. നമ്മുടെ വേദുവിൻ്റെ സ്കൂളല്ല, ഇവരുടെ മെയിൻ സ്കൂളിലേക്കാണ് പോകുന്നത്. അവിടെ എന്തൊക്കെ ഇവൻറ്റ്സ് ഉണ്ട്, വേദുവിൻ്റെ പെർഫോമൻസ് ഉണ്ട്, ഏത് പാട്ടാന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. സോ നേരെ ചോയ്സ് സ്കൂളിൽ പോവാം, വേദുവിൻ്റെ പെർഫോമൻസ് കാണാൻ. കാരണം ഒരു ഐഡിയ ഇല്ല കേട്ടോ എന്താ പാട്ട്, പിന്നെ എന്താ ഇവൻറ്റ്സോ ഫുഡും ഒന്നും അറിയില്ല. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾക്കും ഒരു സ്നീക്ക് പീക്ക് കിട്ടും ചോയ്സ് സ്കൂളിലെ ഒരു കൾച്ചറൽ ആക്ടിവിറ്റി എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇങ്ങോട്ടാണ് വരുന്നത്. ലേറ്റായി, എന്താ പരിപാടി നോക്കട്ടെ. എന്താ ഏത് പാട്ട്? വേദു അല്ലേ? വാ, എന്താ പാട്ട് എന്താന്നൊന്നും അറിയില്ല. പക്ഷെ ക്യാമ്പസ്, ഐ കാൻ വെയിറ്റ് വേദു ഈ ക്യാമ്പസിലേക്ക് വരാനായിട്ട്. സ്വിമ്മിംഗ് പൂള് തൊട്ട് പ്രിൻസ് കാസിലൊക്കെ ഉണ്ടല്ലോ. എനിക്കൊന്ന് ഇതൊക്കെ ഇവിടെ ഇന്നത് ആക്ടിവിറ്റീസിന് വേണ്ടിയാന്ന് തോന്നുന്നു. ഇവിടെ ഗെയിംസും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനു വേണ്ടിയായിരിക്കും ഇത്. രസമായിരിക്കും കേട്ടത്. ഐസ്ക്രീം പാർലറൊക്കെ ഉണ്ട്. ഓ, അപ്പൊ പരിപാടി കഴിഞ്ഞിട്ടായിരിക്കും ഈ വെളിയിലത്തെ സംഭവം. അവിടെ അങ്ങോട്ടാ കേട്ടോ. അവര് ഇതുപോലത്തെ എന്തൊക്കെയോ കട്ടൗട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, ഇവിടെ കൊടകൾ വെച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. ഇത് ആദ്യമേ പ്രെയർ ആണ്, പക്ഷെ ഇതിലൊന്നും വേദവും ഇല്ല. കിട്ടില്ല ക്യാമ്പസ് അല്ലേ. അത് ഹോസ്റ്റും കുട്ടികളാ. കൊള്ളാം, നല്ല സ്മാർട്ട് പയ്യൻ. ഏതുകൊണ്ടാ അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഡാൻസ് പരിപാടിയൊക്കെ തുടങ്ങി. ഇതെന്താ കോൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിനെ വെച്ചുള്ള ഓരോ ഡാൻസാണ്. അപ്പോൾ വേദുവിനെ തപ്പുവാണ്. ഇതിലൊന്നും വേദവും ഇല്ല, പക്ഷെ ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടേ, ഇത്ര കുട്ടികൾ ഒരുക്കുന്നത് സമ്മതിക്കണം. ശരിക്കും ടീച്ചേഴ്സിനാണ് ഇതിൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. കംപ്ലീറ്റ് ഇത് ടീച്ചേഴ്സാണ് ചെയ്തിരിക്കുന്നത്. ഇതിലും വേദവും ഇല്ല, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇത്രയും കുട്ടികൾ അവിടെ നിന്നിട്ടേ സ്റ്റേജിൽ ഇവർക്ക് അധികം പ്രാക്ടീസ് ചെയ്യാനൊന്നും ടൈമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് അത്രയും കോർഡിനേറ്റഡ് ഒന്നുമല്ല, പക്ഷെ എന്നാലും ഇറ്റ്സ് മോർ ലൈക്ക് ഒരു ഫൺ ഫാമിലി ഇവന്റ് ആണ്. പ്രിയതേ വേദുവിന്റെ തപ്പുവാണ്. എനിക്കൊന്ന് വേദു ഇതിലും ഇല്ല. ഫ്രണ്ടിൽ കൊറിയോഗ്രാഫേഴ്സ് ഒക്കെ നിന്നാണ് കാണിച്ചു കൊടുക്കുന്നത്. നോക്ക് എന്ത് രസമല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഇവന്റ്സ് ഇവര് റെഗുലറായി കണ്ടക്ട് ചെയ്ത അടിപൊളിയായിരിക്കും. ആഫ്രിക്കുന്ന പയ്യനെ ഇറങ്ങി പോണ്ടാന്ന് സ്റ്റേജിൽ നിന്ന്. ഞാൻ ഇവിടെ നിന്നോളാം, അടുത്ത ഡാൻസ് കളിക്കാവുള്ളൂ. ഇനി ചിലപ്പോ അടുത്ത വേദു വരുമായിരിക്കും. വേദുവിനെ പച്ച ഏറ്റവും ബാക്കി നിൽക്കുന്നു, മുണ്ടൊക്കെ എടുത്ത്. അവനോ? അപ്പോഴേക്ക് നീ സമാധാനമില്ല, ബാക്കിൽ ആൾക്കാരുണ്ട്. കണ്ടില്ലേ? കണ്ട് കണ്ടില്ലേ? മുണ്ടൊക്കെ കൊടുത്ത് പോകുന്നുണ്ട്. തമിഴായിരിക്കും അപ്പൊ. തമിഴാ. വേദുവിന്റെ പാട്ട് ഏതാണെന്നറിയോ? മറ്റേ രണ്ടക്ക പാട്ടായിരുന്നു. അയ്യോ, ഞങ്ങൾക്ക് അറിയാത്ത പോലെ ഇല്ലായിരുന്നു കേട്ടോ ഏത് പാട്ടിലാണ് അവർ കളിക്കുന്നത്. ഇത് ഒരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം കോസ്റ്റ്യൂംസ് എന്താ, ഡാൻസ് എന്താ ഇവന്റ് ഒന്നും അറിയില്ലായിരുന്നു. എവിടെ ഇപ്പൊ വരും. പോന്നു ആ പയ്യ കറ്റ് നിൽക്കുന്നത്. ഒരു ചെട്ടിയാർ സ്റ്റൈല്. ഇത് കാണുമ്പോൾ അങ്ങനെ ചെട്ടിയാർ ബ്ലോഗ് ഒക്കെ ഓർമ്മ വരുന്നത്. ഡാനിയുടെ ഒരു ഗെറ്റപ്പ് പോലെ ഇല്ലേ? കൊള്ളാക്കട്ടെ.
കളിക്കുന്നുണ്ട് കേട്ടോ പയ്യെ. ഇതിപ്പോ വരും നോക്കിക്കാണ്. അതെ ഇത് ഇപ്പൊ വരുന്നേ. അയ്യോ കളിക്കാവോ സ്റ്റെപ്സ് ഒക്കെ? അതെ കളിക്കുന്നുണ്ട് കേട്ടാ. ഇത് ഫ്രണ്ടില് കൊറിയോഗ്രാഫേഴ്സ് കാണിക്കുന്നുണ്ട്, എന്നാലും കളിക്കുന്നുണ്ടല്ലോ, ഫോളോ ചെയ്യുന്നുണ്ട്. അയ്യടാ ഈ മുണ്ട് കൊടുക്കുന്നത് ഏതൊരു ഭയങ്കര ഇറിറ്റേഷനാണ്. ഈ ടീച്ചേഴ്സ് ചെയ്തുകൊണ്ടാണ് തമ്മിലൊന്നും പറയാത്തത്. എന്തായാലും അടിപൊളി ഫൈനൽ പെർഫോമൻസ് ആണ്. ഒരു ആൾക്കൂടെ ഒരു 40 മിനിറ്റ്സ് ഉള്ളു കേട്ടോ. എത്ര കുട്ടികളെ നോക്കും? എനിക്ക് തോന്നുന്നു LKG മൊത്തം കാണും. എല്ലാ സ്കൂളിലെയും LKG കുട്ടികളായിരിക്കും. വേദു അവിടെ ബാക്കിലെല്ലാം കാണും. ബാക്കിലുണ്ട്, വേദുവിന്റെ കയ്യാ കാണുന്നത് കേട്ടാ. കൈ വേദിക്കുന്നുണ്ട്. എത്ര നേരം ബാക്കിലൊക്കെ പൊക്കുന്നുണ്ടായിരിക്കും. അവന് വായിക്കകത്ത് പൊട്ടിയിട്ട് വായിക്കകത്ത് വേദനയാണ്, പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞതാ. പിന്നെ അവന് ഇൻട്രസ്റ്റ് കൊണ്ട് അവൻ തന്നെ ലാസ്റ്റ് പറഞ്ഞ് ഞാൻ പോവാപ്പാ എനിക്ക് ഡാൻസ് ചെയ്യണം എന്ന്. അപ്പൊ രണ്ടിന്റെ കുട്ടി ടയേർഡായി. ഓക്കെ എത്ര കുട്ടികളാന്ന് നോക്ക്. ഓ അയ്യോ അതൊന്നും കാണാൻ പറ്റില്ല. നോക്കിക്കോ. മീശോട്ട് മുണ്ടുന്നില്ലോ, അങ്ങനെ ഇരിക്കോ? ടീച്ചേഴ്സും പാടുന്നുണ്ട്. ടീച്ചേഴ്സ് ആ തോന്നുന്നു കേട്ടോ. നല്ല ഒരു അടിപൊളി ഈവനിങ് അല്ലേ? അല്ല പറയാ വന്നോ? ഇത് കൊള്ളാം. പാരന്റ്സിന്റെ ഗെയിമാണ്. മ്യൂസിക്കൽ ചെയറിന് പകരം ഈ ഒരു കണ്ട സ്റ്റിക്ക് പിടിക്കണം. ചെയറിന് പിടിക്കുന്നതിന് അവിടെ സ്റ്റിക്ക് പിടിക്കണം. ഇതിനി വലുതായി വരും സർക്കിള്. വലുതാകുമ്പോഴാണ് പ്രശ്നം. ഞാൻ പോയെങ്കിൽ സുഖമായിട്ട് ഞാൻ ജയിച്ചാണ്. ഞാൻ ഭയങ്കര ഫിറ്റായി ഇപ്പൊ. മറ്റേ കളിച്ചിലൊക്കെ പോയി ഓ ഭാഗ്യം പ്രിയ ബോധം ഫസ്റ്റ് റൗണ്ടിൽ ഔട്ടായി പോയാലും. സൂപ്പർ ആയിരുന്നു കേട്ടാ. അമ്മ വെയിറ്റിംഗ്. വാ സൂപ്പർ ഡാൻസ് ആയിരുന്നു തങ്കു. മീശ നോക്കട്ടെ, അമ്മേനെ കാണിച്ചു കൊടുക്ക്. വാ അത് തുടച്ചു കൊടുക്കാൻ, അവന് ഇറിറ്റേഷൻ ആണ്. ഇവിടെ അപ്പയ്ക്ക് ഒന്നും അറിയില്ല. എന്താ ഇതൊക്കെ? എന്താ ഇതൊക്കെ? കുക്കർ. ഇത് കൊള്ളാലോ പരിപാടി. ഇതൊരു ശരിക്കൊരു കാർണിവൽ പോലെ അവർ സെറ്റ് ചെയ്തിരിക്കും കേട്ടാ. സമ്മതിക്കണം ഈ ടീച്ചേഴ്സിന് ഇത്രയും കുട്ടികളെ മാനേജ് ചെയ്ത് ഡ്രസ് ചെയ്യിപ്പിച്ച് കൊറിയോഗ്രാഫും ചെയ്യിപ്പിച്ച്. ഇവിടെ വന്ന് ഇതുപോലെ കൂപ്പൺസ് എടുക്കണേ. നല്ല കാര്യമാണ്. ഇങ്ങനെ കൂപ്പൺസ് എടുത്താൽ നമുക്ക് വേറെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാമല്ലോ. കൂപ്പൺസ് എടുത്ത് നമുക്കിവിടെ പ്ലേ ഒക്കെ ചെയ്യാം. പ്രിയയുടെ മറ്റേ റിംഗ് ഗെയിം ഉണ്ട്. പ്രിയ അതിനെ കളിപ്പിച്ച് ഇവിടെയെങ്കിലും പ്രൈസ് കിട്ടുമെന്ന് നോക്കട്ടെ. ഇതോടെ ടിക്കറ്റ് കൊടുക്കണം. വേദുവിന് കൊടുക്ക. കുട്ടികളിലൊക്കെ കൺട്രോൾ ഇല്ലാതെ കൂപ്പണൊക്കെ എടുക്കാതെ വേദു കയറി. ആ അത് കൊണ്ടുപോയി കൊടുക്കണം. അവൻ കയറി അപ്പുറത്തൂടെ. കൂപ്പണൊന്നും അവർക്ക് കൺട്രോൾ ഇല്ല. കുട്ടികളൊക്കെ ഇടിച്ചിട്ടിട്ട് കയറുക. അതെ റിംഗ് എറിയുന്ന ഗെയിം ഉണ്ട്. ഞാൻ വാങ്ങിയിട്ടുണ്ട് കൂപ്പൺ. ഇവിടെ എങ്ങനെയെങ്കിലും ജയിക്കുമോ? ഏതു വേറെ ഗെയിംസ് ഉണ്ട്. വാ വേറെ ഗെയിംസ് കളിക്കാം. വാ ഷൂഡ് എന്തുണ്ട്? ദേ പോന്നു റിംഗ് എറിയുന്നത്. ഒരു ഫ്രൂട്ടി എങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. ഫ്രൂട്ടിയാണോ? ഫ്രൂട്ടിക്ക് ഒന്നും എനിക്ക് അറിയണ്ട. ഒന്ന് അറിഞ്ഞു വീഴ്ത്തിക്ക.
5 സ്റ്റാറും ഉണ്ട്. ഇപ്പൊ ശരിയാക്കി തരാം. അന്തും പ്രിയ ഇങ്ങനെ പൈസ കളയുന്ന റിങ്ങറിഞ്ഞ് ദൈവമേ അത് പ്രാർത്ഥിച്ചിടാം. എറിഞ്ഞോ? ഇല്ല. ഒരു ഉന്നമില്ലാതെ എറിയുന്ന ഞാൻ. കിട്ടി കണ്ടോ? കിട്ടി ആദ്യമായിട്ട് ഉറങ്ങണില്ലേ? കണ്ണെണ്ണം കിട്ടി ആദ്യമായിട്ട്. ബർത്ത്ഡേ ആയിട്ട് ഇല്ലെങ്കിലും കിട്ടി. താങ്ക് യു. ബർത്ത്ഡേയാ. താങ്ക് യു. സമാധാനമായോ? ഇത് നോക്കിയ ഒരു ടോയ് ആന ഉണ്ടായിരുന്നു, മര്യാദക്ക് നിൽക്കുമായിരുന്നു. കുട്ടികളൊക്കെ കൂടെ ഇടിച്ചത് വേറൊരു ഫ്രണ്ടില്. അത് നോക്കി ഏതാണ് മറ്റേ വൈലന്റ് മനുഷ്യൻ കണ്ടോ? അവനാണ് ലീഡർ ഇടിക്കുന്നതിന്റെ. മര്യാദക്ക് ഒരു ആനയെ നിർത്തിയത് അവര്. നല്ല ഫ്രൈഡ് പ്രോൺസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞു. വലിയ 50 രൂപയ്ക്കേ ഉള്ളൂ. ഇപ്പൊ വേദന ഡോണറ്റ് കിട്ടി, 2 ലൈം ജ്യൂസും കിട്ടി. അത്രേ ഉള്ളൂ. കൊടുക്ക്. നാളെ അവധി. ഇന്നിവിടെ അടിച്ചു പൊളിച്ചിട്ട് നാളെ അവധി. കൊള്ളാം അല്ലേ? പാരന്റ്സ് എല്ലാരും അയ്യോ പ്രശ്നം എന്താ അറിയോ? ആ പ്രോൺ സാധനം വരും, അവിടെ പോയി ഞാൻ ക്യൂ നിൽക്കും, ബില്ലിനു മുമ്പ് അത് തീരും. ഭയങ്കര ഡിമാൻഡാണ്. ഒന്നും കൂടെ ലാസ്റ്റ് ട്രൈ ആണ്. അവസാനം കിട്ടി. നല്ല പ്രോൺസ് അല്ലേ? ഞാനേ 200 രൂപയ്ക്കാണ് വാങ്ങിയത്. ഒരെണ്ണത്തിൽ 3 എണ്ണം. അപ്പൊ അങ്ങനത്തെ ഞാൻ വെച്ചു ഒരെണ്ണത്തിന് 100 രൂപയാണ്. ഒരെണ്ണത്തിന് 50 രൂപ. ഇനിയുണ്ട് പാർസല്. 3 എണ്ണത്തിന് 50 രൂപ ഉള്ളൂ. എന്ത് വലുതല്ലേ? പ്രോൺസും ബ്രെഡും ഇവരുടെ കേറ്ററിംഗ് തന്നെയാണ്. അപ്പൊ ഏത് വലുതാകുമ്പോ ഇങ്ങനത്തെ ഫുഡൊക്കെ ആയിരിക്കും കഴിക്കുന്നത് ഇവിടെ. വേണ്ട, നമുക്ക് ഇവിടെ വന്ന് കഴിക്കാം. 20 pebbles in 30 seconds. അയ്യോ ഇത് ബെസ്റ്റ്. 20 സെക്കൻഡ് ആയി പറയാ. കിഡ്സ് വരെ ചെയ്തതാ. എവിടെ? ഒരിക്കലും നടക്കില്ല അത്. ഫുൾ കൈ എടുത്തിട്ട് ഇല്ല. 5 സെക്കൻഡ്സ് കൂടെ ഉള്ളൂ. കഴിഞ്ഞു. ഫിനിഷ്. ക്ലോസ്. ഓ താങ്ക് യു. ഇതും കൂടെ കഴിഞ്ഞ ഇറങ്ങാവേ പ്രിയ. ആരാ ചെയ്യുന്നത്? ബ്ലാക്ക് പാന്തറോ? നോക്കട്ടെ, കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് ഇതൊരു ഫാമിലി ഡേ ആയിരുന്നു. ഇൻ ദ സെൻസ് കുട്ടികൾ പാരൻസിന് വേണ്ടി പെർഫോം ചെയ്യുന്നു. സോ ഇറ്റ്സ് ലൈക്ക് എ പാരൻസ് ചിൽഡ്രൻ ടൈം ടുഗെദർ. അതിൻ്റെ കൂടെ കുറച്ചൊരു കാർണിവൽ അറ്റ്മോസ്ഫിയർ പോലെ. നമ്മൾ കുട്ടികളായിട്ട് എങ്ങനെ ഒരു കാർണിവലിന് പോകുന്നത്, അവിടെ ഈ പരിപാടികളും ഗെയിംസും ഐസ്ക്രീംസും ഫുഡൊക്കെ കാണുള്ളൂ. ആ ഒരു സെയിം കോൺസെപ്റ്റ് അവർ ഈ ഒരു സ്കൂളിൻ്റെ പ്രമിസിൽ ചെയ്തിരിക്കുന്നു. ആൻഡ് വെരി വെൽ കണ്ടക്റ്റഡ് ആയിരുന്നു. നല്ല ഫുഡായിരുന്നു. എക്സ്പെൻസീവ് അല്ല, ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ഡെലിഷ്യസ് ഇവിടുത്തെ കേറ്ററിംഗിൻ്റെ ഫുഡായിരുന്നു. ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു. ഗെയിംസ് ആണെങ്കിലും ചീപ്പായിരുന്നു. ഗെയിംസ് ഒന്നും ജയിച്ചില്ലെങ്കിലും അവരെന്തെങ്കിലുമൊക്കെ തരും. സോ ഇറ്റ്സ് ഭയങ്കര ഒരു ഹാപ്പി എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സ്കൂളിനോട് ഇത്രയും ഒരു സന്തോഷം തോന്നുന്നത്. കുട്ടികളും ഹാപ്പി, പാരൻസും ഹാപ്പി. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ രാത്രി ചോയ്സ് സ്കൂൾ കണ്ട ശരിക്കും ഒരു റിസോർട്ടിൻ്റെ ഒരു ഫീലിംഗ് ആണ്. ബാക്കിൽ പൂളുണ്ട്, അതുപോലെ തന്നെ ഇത് തന്നെ പനയൊക്കെ നട്ടുകൊണ്ടായിരിക്കും ശരിക്കും ഒരു റിസോർട്ട് ഫീലിംഗ്. ലൈറ്റിംഗ് ആണെങ്കിൽ ഒരു ഫുൾ വോം ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് വൈറ്റ് ബിൽഡിംഗ്. അടിപൊളി ഒരു ക്യാമ്പസാണ് ശരിക്കും. സൂപ്പർ ക്യാമ്പസ്. നോക്കട്ടെ. ഓ സൂപ്പർ. ഹാപ്പി ആയോ? നീ പോവാലോ? നീ സെൽഫി ഒക്കെ എടുക്കണം ആൾക്ക്. വാ, നോക്കട്ടെ. കണ്ട, എനിക്കറിയാം സെൽഫി എടുക്കുവാന്ന് കേട്ടാ. കാണിച്ചേ, എടുത്ത ഫോട്ടോ കാണിക്ക്. നോക്കട്ടെ. ഏറ്റവും ബളം വെച്ച് വെറുതെ ഓടുന്ന ആളായിരിക്കും വേദു. അതേ വരുന്നു. ഞാൻ പറഞ്ഞില്ല, റിംഗ് ഒക്കെ എടുത്തോണ്ട് വരുന്നു ഇവിടുന്ന്.
ആ ആനേനെ അവിടെ നിന്ന് എടുത്ത് മാറ്റി. ആനേനെ ഇടിച്ചിടിച്ച് ഷേപ്പ് മാറ്റി. ഇനി അവർക്കൊന്നും കൊള്ളില്ല. വേദു എല്ലാരും വീട്ടിൽ പോയി. നാളെ ഹോളിഡേ ആട്ടാ. പോവാം. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഫാമിലി ഡേ എന്ത് ബഹളമായിരുന്നു അല്ലേ? എന്നാലും ഒരാൾക്കാണ് ഇത്, അല്ല ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കാണ് സെല്യൂട്ട് പറയുള്ളൂ. ടീച്ചേഴ്സ് ഒരു രക്ഷയില്ല. നമ്മുടെ ഇവിടെ ഒരാളെ കണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയും നേരെ കൊറിയോഗ്രാഫി ചെയ്ത് ഡ്രസ് ചെയ്യിപ്പിച്ച എല്ലാം ടീച്ചേഴ്സാണ് ചെയ്തേന്ന്. റെന്റിന് വരെ നമ്മൾ അവര് ബുദ്ധിമുട്ടിച്ചില്ലല്ലോ. അവര് തന്നെ പോയല്ലേ കോസ്റ്റ്യൂംസ് എടുത്ത്. സംഭവം തന്നെ അല്ലേ? അപ്പൊ എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു. നമ്മൾ ഒരിക്കലും മറക്കില്ല. നമ്മുടെ ഫസ്റ്റ് പാരന്റ്സ് ചിൽഡ്രൻ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ലായിരുന്നു. അതെ, നമുക്ക് എന്തായാലും കാണാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ ഇപ്പൊ. ഓക്കെ, നമുക്ക് എന്തായാലും വേറൊരു അടിപൊളി വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.